നാലാമത് ലോക കേരള സഭാ സമ്മേളനം ഇന്ന് സമാപിക്കും. മേഖലാ യോഗങ്ങളുടെ റിപ്പോർട്ടിംഗും വിഷയാടിസ്ഥാനത്തിലുള്ള സമിതികളുടെ റിപ്പോർട്ടിംഗും സമാപന ദിവസമായി ഇന്ന് നടക്കും. ഇന്നലെ തുടക്കം കുറിച്ച സഭയിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, ഇന്ന് ഏതൊക്കെ വിഷയങ്ങളിലാണ് ചർച്ചകൾ നടക്കുന്നത്? ആരൊക്കെയാണ് പങ്കെടുക്കുന്ന പ്രമുഖർ? ലിബീഷ്, വിമർശനങ്ങൾക്കൊടുവിൽ നാലാം ലോക കേരള സഭയുടെ സമാപനം ഇന്ന് നടക്കുകയാണ്. ഈ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷം തങ്ങൾ ഈ ചർച്ചയിൽ ലോക കേരള സഭയിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഉണ്ടായ ലോക കേരള സഭ കൊണ്ടൊന്നും ആർക്കും പ്രയോജനമുണ്ടായില്ല. സർക്കാരിന്റെ ദൂർത്താണ് ഇതിലൂടെ കാണിക്കുന്നത് എന്നടക്കമുള്ള വലിയ വിമർശനങ്ങൾക്കൊടുവിലാണ് ലോക കേരള സഭ നടത്താൻ തീരുമാനമായത്. അതിനിടയിലാണ് കുവൈറ്റ് ദുരന്തം വരുന്നത്. ഈ ദുരന്തം സംഭവിച്ച സമയത്തും ലോക കേരള സഭ മാറ്റിവെക്കണം എന്നൊരു ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു. അതിനിടയിൽ ഉദ്ഘാടന ദിവസം മാറ്റിവെച്ചെങ്കിലും ഇന്നലെയും ഇന്നുമായിട്ട് ലോക കേരള സഭ നടക്കുകയും ഇന്നിപ്പോൾ സമാപന സമ്മേളനം നടക്കുകയും ചെയ്യുകയാണ്. പ്രതിപക്ഷ അംഗങ്ങളൊന്നും തന്നെ പങ്കെടുക്കുന്നില്ല. സർക്കാരും ഭരണപക്ഷ എംഎൽഎമാരും മാത്രമാണ് ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രധാനപ്പെട്ട പ്രതിനിധികൾ ആരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്നതാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം. നോർക്ക റൂട്ട് വൈസ് ചെയർമാൻ MA യൂസഫ് അലി അടക്കമുള്ളവർ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. മുഖ്യമന്ത്രി തന്നെയാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ പങ്കെടുക്കില്ല എന്നൊരു വിവരം അറിയിച്ചിട്ടുള്ളത്. മറ്റ് ചർച്ചകളിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ ഒരു വിവരവും ആരും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും പ്രവാസി കേരളീയ പ്രതിനിധികളുടെ ആശംസാ പ്രസംഗങ്ങളും മറ്റ് ചർച്ചകളുമാണ് ഇന്നലെ നടന്നത്. അതിന്റെ തുടർ ചർച്ചകളായിരിക്കും ഇന്ന് നടക്കുക. ഇന്ന് മുഖ്യമന്ത്രി അതിന് മറുപടി പ്രസംഗം നൽകും എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മേഖലാ യോഗത്തിൽ ഇന്നലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ വിവിധ സാധ്യതകളാണ് ചർച്ച ചെയ്തത്. ആഫ്രിക്കൻ പ്രതിനിധികളുമായിട്ട് ചർച്ച ചെയ്യുകയും കേരളത്തിന് അനുകൂലമായ രീതിയിൽ എങ്ങനെ ആഫ്രിക്കയെ ഉപയോഗിക്കാം എന്ന രീതിയിലുള്ള ചർച്ചകളാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. എമിഗ്രേഷൻ കരട് ബിൽ 2021 സംബന്ധിച്ച് നടന്ന ചർച്ച പ്രവാസികളുടെ ബിൽ സംബന്ധിച്ച ആശങ്കകളൊക്കെ തന്നെ പങ്കുവച്ചിരുന്നു. ഇന്നലെ നടന്ന ചർച്ചയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടന്നത്. അതുപോലെ തന്നെ പ്രവാസികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു പ്രവാസി മിഷൻ ആരംഭിക്കണമെന്നും പ്രവാസി ലോട്ടറി ആരംഭിക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ പ്രവാസികൾ ഇന്നലത്തെ ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിലൊക്കെ തന്നെ മറുപടിയായിട്ട് ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗമുണ്ടായിരിക്കും. തുടർന്ന് കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ സമാപന പ്രസംഗം നടത്തുന്നതോടുകൂടിയാണ് ലോക കേരള സഭയ്ക്ക് ഇന്ന് സമാപനം കുറിക്കുന്നത്. എന്തായാലും വലിയ വിമർശനങ്ങൾക്കൊടുവിലാണ് നാലാം ലോക കേരള സഭ നിയമസഭയിൽ നടക്കുന്നത്. ഇതിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിൽക്കുന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലോക കേരള സഭ നടത്തിക്കൊണ്ട് പോകും, അത്തരത്തിലാണ് നടക്കുന്നത് എന്നാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. സാധാരണഗതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെയാണ് ഇന്നലെ നടന്നിരുന്നത്. അതിന്റെ തുടർ ചർച്ചകളും കാര്യങ്ങളും സംവാദങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും ഇന്നും നടക്കുക. എങ്ങനെ പ്രവാസികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിക്കും, എത്തരത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം, മറ്റ് പ്രതിനിധികളായിട്ട് ഇപ്പോൾ ആഫ്രിക്ക ഉൾപ്പെടെയുള്ള പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അത്തരത്തിൽ കേരളത്തിന് സംസ്ഥാനത്തിന് അനുയോജ്യമായ രീതിയിലുള്ള നടപടികൾ എത്തരത്തിലൊക്കെ നടക്കാം, ഏതൊക്കെയാണ് നടത്തേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്നും ചർച്ചയിൽ ഉണ്ടാകും. സൂര്യ, ലോക കേരള സഭ വലിയ ധൂർത്താണെന്നുള്ള ആക്ഷേപം കഴിഞ്ഞ 3 തവണയും പ്രതിപക്ഷം വളരെ ശക്തമായി തന്നെ ഉന്നയിച്ചിരുന്നു. ഇത്തവണ ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കിയാണ് ഈ സഭ നടക്കുന്നത്. എങ്കിലും ഈ സമ്മേളനം ഈ ലോക കേരള സഭ സമാപിക്കുമ്പോൾ എന്താണ് ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിച്ചത്, ഇതിൻ്റെ ബാക്കി പത്രം എന്താണെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതെങ്കിലും തരത്തിൽ കേരളത്തിന് അനുകൂലമായിട്ടുള്ള പ്രവാസികളുടെ ഭാഗത്തു നിന്നുള്ള കാര്യമായ വാഗ്ദാനങ്ങളോ മറ്റോ ഈ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ലിബീഷ്, ഇന്നലെ നടന്ന ചർച്ചയിലുടനീളം പ്രവാസികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ നേതൃത്വത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രവാസി മിഷൻ ആരംഭിക്കണമെന്നൊരു ആവശ്യം അവർ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുനരധിവാസം മെച്ചപ്പെടുത്തുന്നതിനായി പ്രവാസി ലോട്ടറി നടത്തണം, അത് തുടങ്ങണമെന്നൊരു ആവശ്യവും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ ഇന്ന് തീരുമാനം ഉണ്ടാകും. അതുപോലെ തന്നെ കേരളത്തിന് അനുകൂലമായ നടപടികൾ, പദ്ധതികൾ അത് എത്തരത്തിൽ ആസൂത്രണം ചെയ്യണം, എങ്ങനെയൊക്കെയാണ് നടത്തേണ്ടത് എന്ന കാര്യത്തിലുള്ള
ചർച്ചകളും ഇന്നിപ്പോൾ ഉണ്ടാകും. ഇതിൽ ഇപ്പോൾ പ്രധാനമായും പറയേണ്ടത് ഈ ആഫ്രിക്കയിലെ മണ്ണ് അനുകൂലമായ കാലാവസ്ഥ ഒക്കെ തന്നെ പരിഗണിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ സാധ്യത പരിഗണിച്ച് ഇതൊക്കെ തന്നെ എങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് അനുകൂലമാക്കാം സാധിക്കും, എങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ ഇന്നലെ നടത്തിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു പ്രധാന കാര്യം, ഈ ലോക കേരള സഭയെക്കുറിച്ച് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്ന വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ തുടരുകയാണ്. ഈ ലോക കേരള സഭ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ തങ്ങൾ പങ്കെടുക്കില്ല എന്നൊരു കാര്യം പ്രതിപക്ഷം അറിയിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 3 തവണ ഉണ്ടായ ലോക കേരള സഭ കൊണ്ട് ഇത്തരത്തിൽ സംസ്ഥാനത്തിനും അതുപോലെ തന്നെ പ്രവാസികൾക്കും യാതൊരുവിധ ഗുണവും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ആ ലോക കേരള സഭയിലൊക്കെ തന്നെ എടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് പുറത്തു പറയാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ ലോക കേരള സഭ നടത്തരുത് എന്നൊരു ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നത്. ആ സാഹചര്യം നിലനിൽക്കവെയാണ് ലോക കേരള സഭ നടത്തുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം സർക്കാർ എടുക്കുന്നതും പെട്ടെന്ന് തന്നെ അതിനുള്ള തീയതിയൊക്കെ നിശ്ചയിക്കുന്നതും ഒക്കെ തന്നെ. പക്ഷേ ആ സമയത്ത് കുവൈറ്റ് ദുരന്തം കൂടി വന്നതോടുകൂടി ഈ ഒരു ദുരന്തം പരിഗണിച്ചുകൊണ്ട് സമ്മേളനം മാറ്റിവെക്കണം എന്നൊരാവശ്യമായി പ്രതിപക്ഷം വീണ്ടും രംഗത്തെത്തുകയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആദ്യ ദിനം നടത്താനിരുന്ന ഉദ്ഘാടന പരിപാടികളൊക്കെ തന്നെ കുവൈറ്റ് ദുരന്തത്തോടനുബന്ധിച്ച് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെയും ഇന്നുമായിട്ടാണ് ലോക കേരള സഭ ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും ചർച്ചയുമായി സർക്കാർ മുന്നോട്ട് തന്നെ പോവുകയാണ്. പ്രധാന പ്രതിനിധികൾ ഉൾപ്പെടെ ഇത്തവണ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ എം.എ. പറയുകയുണ്ടായിരുന്നു, മറ്റ് ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങളോ അല്ലെങ്കിൽ ലോക കേരള സഭ ബഹിഷ്കരിക്കുകയോ ചെയ്യുന്നതല്ല, പങ്കെടുക്കാൻ പറ്റുന്നില്ല, തിരക്ക് കാരണം പങ്കെടുക്കാൻ പറ്റുന്നില്ല എന്ന കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒഴിച്ചു വെച്ചാൽ മറ്റ് സാധാരണഗതിയിൽ നടക്കാറുള്ള ചർച്ചകളും സംവാദങ്ങളും ഒക്കെ തന്നെയാണ് ലോക കേരള സഭയിൽ ഇന്നലെ നടന്നത്. അതിന്റെ തുടർ ചർച്ചകൾ ഇന്ന് നടക്കും. തുടർന്ന് വൈകിട്ട് മുഖ്യമന്ത്രി മറുപടി പ്രസംഗം നൽകും. നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ആശംസാ പ്രസംഗം നൽകിയതിനു ശേഷമായിരിക്കും ഇത്തവണത്തെ 4ാം ലോക കേരള സഭ അവസാനിക്കുക. ശരി സൂര്യ.